ചില ആചാരങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട് തെറ്റായി കടന്നുകൂടിയ ആചാരങ്ങൾ, സമീപനങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തിയേ മതിയാവൂ. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഭരണകൂടം അല്ല അത് ചെയ്യേണ്ടത്. അത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം. മതങ്ങളിൽ നിന്ന് തന്നെ, അതാത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി അതാത് മതങ്ങളിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം. ഭരണകൂടങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിൽ സ്വാർത്ഥതയുണ്ടാകും, അതിൽ വർഗീയത ആരോപിക്കപ്പെടും, തെറ്റായ നടപടികൾ ഉണ്ടാകും, അനാവശ്യമായ കടന്നുകയറ്റങ്ങളായി അത് മാറും. പക്ഷേ എല്ലാ മതങ്ങളിലും ഉണ്ടാകേണ്ട ആ മാറ്റങ്ങൾക്ക് മതങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ സംവാദങ്ങൾ നടക്കണം, വേണ്ടേ, നല്ല ഡിബേറ്റുകൾ നടക്കണം. അതിന് ഒരു നല്ല പരിണത ഫലം മതത്തിന്റെ പുരോഗമനാത്മകമായ മുഖം സൂക്ഷിച്ചുകൊണ്ട് പോകണം. എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട ചുമതലകൾ കൂടി KMN എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇസ്ലാം ഒരു കൺസർവേറ്റീവായ, ഒരു യാഥാസ്ഥിതികമായ മതമല്ല. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ കൂടിയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകൻ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളോട് കരുണയുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം. സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാമിൻ്റെതെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. പക്ഷെ ആ മുഖം ജനങ്ങളിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ഇതാണ് എന്ന് പറയാൻ കഴിയണം.